ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്നുകൊണ്ട് യുദ്ധം ആരംഭിച്ച ആ ഒരു സമയം മുതൽ പത്രവാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു പേരായിരുന്നു കിം ജോങ് ഉൻ. ട്രംപിനും നെതന്യാഹുവിനും ധൈര്യമുണ്ടെങ്കിൽ കിം ജോങ് ഉന്നിനെ തൊട്ടുനോക്ക്, അപ്പോൾ വിവരമറിയും എന്ന തലക്കെട്ടോടുകൂടി പല ആളുകളും പല വീഡിയോകളും പോസ്റ്റുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. എന്നാൽ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കിം ജോങ് ഉന്നിൻ്റെ പേര് പലപ്പോഴായി പരാമർശിക്കപ്പെടുന്നത്? അതിനുള്ള ഉത്തരം ഇറാനും ഉത്തര കൊറിയയുമായി വർഷങ്ങളായുള്ള ബന്ധമാണ്. മാത്രമല്ല, അമേരിക്കയുമായി പലപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ അതുപോലെ ഉത്തര കൊറിയയ്ക്ക് നേരെയും അമേരിക്ക ഏർപ്പെടുത്തുകയുണ്ടായി. ഈ യുദ്ധം ആരംഭിച്ച നിമിഷം മുതൽ കിം ജോങ് ഉന്നിൻ്റെ ഓരോ നിലപാടുകളും ഓരോ മൂവ്മെൻറ്റുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രസക്തിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പലപ്പോഴായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനിയൊരു പക്ഷേ ഈ യുദ്ധം അവസാനിച്ച് അതൊരു സമാധാനമായ രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ട്രംപും നെതന്യാഹുവും വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. യുദ്ധക്കുതീന്മാരായ രണ്ട് ഭരണാധികാരികൾ അവന്മാർ അടങ്ങിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഈ യുദ്ധം കടന്നു പോകുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധം കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള ഓരോ വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നത്. വർഷങ്ങളായിട്ട് ഇറാനും ഉത്തര കൊറിയയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന രാജ്യങ്ങളാണ്. ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ഇറാനിൽ അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല മിസൈലുകളും അത് ഉത്തര കൊറിയയുടെ മാതൃകയിൽ നിർമ്മിച്ചെടുത്തവയാണ്. അത്തരത്തിൽ ആയുധങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും കാലാകാലങ്ങളായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. നോക്കൂ, ഈ ഒരു യുദ്ധം നടക്കുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ കിം ജോങ് ഉൻ പടക്കപ്പലിൽ നിന്നുകൊണ്ട് മിസൈൽ പരീക്ഷണം നടത്തിയെന്നുള്ളതാണ്. അതിൻ്റെ ചിത്രങ്ങളും വാർത്തകളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഉത്തര കൊറിയയുടെ പുതിയ പടക്കപ്പലായ ചോഹ്യോനിൽ നിന്ന് ക്രൂയിസ് മിസൈലുകളായിരുന്നു അത്തരത്തിൽ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചത്. കിം ജോങ് ഉൻ നേരിട്ടെത്തിയാണ് ആ പരീക്ഷണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ ആ ഉത്തര കൊറിയയാണ് ഈ യുദ്ധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പടക്കപ്പലിൽ നിന്നുകൊണ്ട് മിസൈലുകൾ പരീക്ഷിച്ചത്. ഇത് കിം ജോങ് ഉൻ ട്രംപിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, ഒരു തിരിച്ചടി കൂടിയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയെ ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നുകൊണ്ട് കൊലപ്പെടുത്തുമ്പോൾ അതിന് ശക്തമായ ഭാഷയിൽ കിം ജോങ് ഉൻ അപലപിക്കുകയുണ്ടായി. മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയുടെ മകനായ മുജ്തബ ഖാംനെയ്ക്ക് പൂർണ്ണ പിന്തുണ കിം ജോങ് ഉൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഉത്തര കൊറിയയുടെ ആണവ ദൃഢനിശ്ചയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തര കൊറിയയുടെ അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ രഹസ്യങ്ങളും ഇറാനിലേക്ക് കൈമാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഷഹാബ്, കറംഷഹർ മിസൈലുകൾക്ക് പിന്നിൽ ഉത്തര കൊറിയൻ എഞ്ചിനീയറിംഗ് കരുത്തുണ്ട്. ഉത്തര കൊറിയയുടെ പക്കൽ ഒരു ബാലിസ്റ്റിക് മിസൈലുണ്ട്. അമേരിക്കയെ പോലും കിടുകിടാ വിറപ്പിക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ. ICBM അഥവാ ഇന്റർ കോണ്ടിനെന്റ് ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് അതിൻ്റെ പേര്. ആ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ എങ്ങാനും ഇറാന് ലഭിച്ചാൽ അത് പിന്നീട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാകുമെന്ന് വാഷിംഗ്ടൺ ഭയപ്പെടുന്നുണ്ട്. നോക്കിയൊരു യുദ്ധത്തിലേക്ക് ഇറാന് വേണ്ടി ഉത്തര കൊറിയ നേരിട്ട് പ്രത്യക്ഷമായി ഇറങ്ങുന്നില്ല എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ എല്ലാവിധ സഹായങ്ങളും സംവിധാനങ്ങളും ഉത്തര കൊറിയ ഇറാന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും മിസൈലുകളും എന്നിവ ഇറാന് നൽകി ഉത്തര കൊറിയ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ഉത്തര കൊറിയയുടെയും ഇറാന്റെയും പൊതുശത്രു എന്ന് പറയുന്നത് അമേരിക്ക കൂടിയാണ്. അമേരിക്കയ്ക്കെതിരെയുള്ള നീക്കങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരേ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഉത്തര കൊറിയയുടെ ധാർമ്മികമായ പിന്തുണ എപ്പോഴും ഉണ്ടാകും. നോക്കൂ, ഇറാന്റെ പല പ്രധാനപ്പെട്ട മിസൈലുകളും ഉത്തര കൊറിയൻ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1980കളിൽ ഉത്തര കൊറിയ ഇറാന് നൽകിയ സ്കഡ് ബി മിസൈലുകളാണ് ഇറാന്റെ മിസൈൽ ചരിത്രത്തിൽ വഴിത്തിരിവായി മാറിയത്. മറ്റൊന്ന് ഷഹാബ് മിസൈലുകളാണ്. ഇറാന്റെ പക്കലുള്ള ഷഹാബ് 3 മിസൈലുകൾ ഉത്തര കൊറിയയുടെ നോഡോങ് 1 മിസൈലിന്റെ അതേ മാതൃകയിലുള്ളവയാണ്. ഇനി അത് മാത്രമല്ല, നേരിട്ട് ആണവായുധങ്ങൾ നൽകുന്നതിന് പകരം അത് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും അതിനാവശ്യമായ യന്ത്രഭാഗങ്ങളും കൈമാറുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്ന് US അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം കൂടുതൽ സുരക്ഷിതമായ ആണവ സാങ്കേതിക വിദ്യ കൈമാറാൻ ഉത്തര കൊറിയ വാഗ്ദാനം ചെയ്തതായും സൂചനകളുണ്ട്. ആയുധങ്ങൾ മാത്രമല്ല, ആ ആയുധങ്ങൾക്കൊപ്പം സൈബർ പോരാട്ടങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയറുകളും സാങ്കേതിക വിദ്യകളും ഉത്തര കൊറിയ ഇറാന് നൽകുന്നുണ്ട്. കൂടാതെ
ചാരവൃത്തിക്കും നിരീക്ഷണത്തിനുമുള്ള ചെറിയ ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഇക്കൂട്ടത്തിലുണ്ട്. 2026 മാർച്ചിലെ ഏറ്റവും പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ പുതിയ നേതൃത്വത്തിന് ഉത്തര കൊറിയ ഒരു ടോട്ടൽ മിലിറ്ററി പാക്കേജ് വാഗ്ദാനം ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. ഇതിൽ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ആയുധങ്ങൾ ഒളിപ്പിക്കാനുള്ള ഭൂഗർഭ അറകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉൾപ്പെടുന്നുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതലും ദൂരപരിധിയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ കൈവശമുള്ള രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്തുള്ളത് ഉത്തര കൊറിയയാണ്. അതിലൊന്നാമത്തേത് റഷ്യയാണ്. അവരുടെ കൈവശമുള്ള സാത്താൻ 2 എന്ന് പറയുന്ന മിസൈൽ ഏകദേശം 18,000 കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്ന മിസൈലുകളാണ്. 4ാം സ്ഥാനത്തുള്ളത് ഉത്തര കൊറിയയുടെ ഹ്വാസോങ് 18 എന്ന് പറയുന്ന മിസൈലാണ്. ഏകദേശം 15,000 കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്ന ഈ മിസൈൽ അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ളവയാണ്. അത്രയധികം ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെയുള്ള രാജ്യമാണ് ഉത്തര കൊറിയ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകാധിപതിയായ കിം ജോങ് ഉൻ ഭരിക്കുന്ന ആ ഉത്തര കൊറിയ. ഈ യുദ്ധം അവസാനിക്കാതെ അത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തീരാ തലവേദനയായിരിക്കും. ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ കാഴ്ചകൾ ഒരുപക്ഷെ നാളെ അമേരിക്കയിലും കാണേണ്ടി വരും. കാരണം അമേരിക്കയെ വരെ കടന്നാക്രമിക്കാനുള്ള കഴിവുകളുള്ള അത്രയും ദൂരപരിധിയിൽ സഞ്ചരിക്കുന്ന അത്യാധുനിക മിസൈലുകൾ കൈവശമുള്ള രാജ്യമാണ് ഉത്തര കൊറിയ. ഇപ്പോൾ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും അവസ്ഥ വഴിയിലൂടെ പോയ ഒരു പാമ്പിനെ തോളിലിട്ട ഒരവസ്ഥയാണ്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ആ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത അലി ഖാംനെയ് എന്ന് പറയുന്ന ഭരണാധികാരിയെ ഇല്ലാതാക്കി താൻ പറയുന്നതിനൊപ്പം തുള്ളിക്കളിക്കുന്ന ഒരു പാവയായ ഭരണാധികാരിയെ ഇറാനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം. പക്ഷെ അത് ട്രംപിന് തന്നെ തിരിച്ചടിയായി മാറി. അലി ഖാംനെയ്ക്ക് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിനേക്കാൾ നല്ല ഊശിലുള്ള നല്ല ചുണക്കുട്ടിയായ അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖാംനെയ് അധികാരത്തിലേക്ക് വരുന്നു. അത് നെതന്യാഹുവിനെയും ട്രംപിനെയും സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഈ യുദ്ധ സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സകല ആണവ കരാറുകളുമെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് മുജ്തബ ഖാംനെയ്. മാത്രമല്ല എൻ്റെ ഉപ്പയും ഉമ്മയും മകളെയും ഭാര്യയുമെല്ലാം കൊലപ്പെടുത്തിയവരോട് താൻ ശക്തമായ രീതിയിൽ പ്രതികാരം ചെയ്യുമെന്നുള്ള കാര്യം കൂടി മുജ്തബ ഖാംനെയ് പറഞ്ഞു വെക്കുന്നുണ്ട്. രക്തത്തിന് പ്രതികാരം ചെയ്യാൻ മറക്കില്ല എന്നും ഹോർമുസിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഇനിയും തുടരുമെന്നും ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്നും വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം. ചുരുക്കത്തിൽ ഈ ഒരു യുദ്ധം ട്രംപിനും നെതന്യാഹുവിനും ഉണ്ടാക്കിയത് വലിയ കനത്ത തിരിച്ചടിയാണ്. സകല തന്ത്രങ്ങളും പാളിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറിവിളിച്ച് നെട്ടോട്ടമോടുകയാണ്. യുദ്ധം എന്നുള്ളത് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അത് മനുഷ്യരാശിയെ മുഴുവനും വല്ലാത്ത പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വേണ്ടത് സമാധാനമാണ്. സമാധാനത്തോടുകൂടി നമുക്കെല്ലാവർക്കും ജീവിക്കാൻ കഴിയണം. യുദ്ധക്കൊതിയന്മാരായ ട്രംപും നെതന്യാഹുവും ഒരു പൊടിക്കടങ്ങിയാൽ മാത്രമേ ഇവിടെ സമാധാനത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക്, ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഈ യുദ്ധം കടന്നു ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.